ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്നുള്ള അനശ്വര രാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും കൂടി സിനിമ ഇപ്പോൾ OTT കൂടെ വന്നിട്ടുണ്ട്. സിനിമ എന്റെ ഒരു അഭിപ്രായത്തില് പ്രൊഡ്യൂസർക്ക് ഒരു നഷ്ടവും വരുത്താത്ത ഒരു സിനിമയാണ്. ആള് കയറിയാലും ഇല്ലേലും പ്രൊഡ്യൂസർക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സിനിമയുടെ ഒരു ബേസിക് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പോവും ഇത്രേ ഉള്ളൂ. ആ 2 മണിക്കൂറുള്ള സിനിമ 2 മണിക്കൂറും കാറിനകത്ത് വെച്ച് തൊലിച്ചു വെച്ചേക്കുന്ന സിനിമയാണ്. ആ 2 മണിക്കൂറിൽ തൊലിച്ചു വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 10 മിനിറ്റ് കടയിരിക്കും, വെളിയിലിറങ്ങും, ഒരു കടയുടെ പരസ്യം. ഒരു 10 മിനിറ്റ് വണ്ടിയിലിരിക്കും, വെളിയിലിറങ്ങും, അടുത്ത കടയുടെ പരസ്യം. അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഇതില് ഒരു നഷ്ടവും വന്നിട്ടില്ല. പിന്നെ നമുക്കാണ് നഷ്ടം വന്നത്. തിയേറ്ററിലൊക്കെ ഇത് കണ്ടവനെ സമ്മതിക്കണം. ഇത് എങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുമോ എന്തോ. പണ്ടത്തെ കോമഡി ഒക്കെ ഇതിൽ ഇപ്പോഴും വെച്ചേക്കുന്നു. ഡീസൽ കയറി പെട്രോൾ അടിക്കുക, ഇതൊക്കെയാണ് കോമഡി. എന്തുവാണ് അതില് ഒരു ഹോട്ടലിന്റെ പരസ്യമുണ്ടോ? ഹോട്ടലിന്റെ പരസ്യത്തില് തിന്നു കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് പുള്ളിക്കാരി തൂറാൻ ഓടുന്ന കാണിക്കുന്നത്. അതും ആ തൂറാൻ ഓടുന്നത് നോക്കിയിരിക്കാൻ ഒരു 10 പേര്. എന്തൊരു ഇതൊക്കെയാണോ എന്തോ. സിനിമ നമ്മള് സ്റ്റാർട്ടിങ്ങില് കാറിൽ കയറുന്നിടം വരെ ഉണ്ട്, അതൊരു 15 മിനിറ്റ് കാണും. അത് കഴിഞ്ഞ് സിനിമ എങ്ങനെ അടിച്ചു വിട്ടെന്ന് പറഞ്ഞാലും സിനിമ നമ്മൾ ആ ഒരു കണ്ടോണ്ടിരിക്കുന്നിടത്ത് വെച്ച് തന്നെ കാണുന്ന ഒരു ഫീൽ തന്നെയാണ്. നമുക്കറിയാം സ്റ്റോറിയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ ഒരു സിനിമ. അതൊരു സിനിമ ചുമ്മാ ടൈപ്പ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പോലും ഇതിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തൊരു കഥ, അങ്ങനത്തെ ഒരു കഥ. അപ്പൊ ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെ തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.